വേൾഡ് ക്ലാസിക് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു. എന്നെക്കൊണ്ട് വായിപ്പിച്ചതാണ്. പലപ്പോഴും അത് വായിച്ചതൊന്നും അന്നത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് പാവങ്ങൾ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് വായിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ എന്നെ നിർബന്ധിച്ച് വായിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും വായിക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ അന്നത്തെ വായനയുടെ ഒരു രസം തിരിച്ചറിയുന്നത്. 30 കട അവസാനവും 40 കട അവസാനവും ഒക്കെ തൊഴിലാളി ലൈബ്രറികൾ ധാരാളമായിട്ട് മലപ്പുറം, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഗ്രാമങ്ങളിൽ ആദ്യമായി വന്ന ഒരു പൊതുസ്ഥാപന ലൈബ്രറികളാണ്. ഒരു സ്കൂൾ വരുന്നതിന് മുമ്പ്, ഒരു ആശുപത്രി വരുന്നതിന് മുമ്പ്, വൈദ്യുതിയോ കുടിവെള്ളമോ നാട്ടിൻപുറങ്ങളിൽ വരുന്നതിന് മുമ്പ് ഗ്രന്ഥശാലകൾ പലയിടത്തും ഉണ്ടായി. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, അതായത് തീരെ ചെറിയ പ്രായത്തിൽ, എൻ്റെ അച്ഛൻ ആണ് എൻ്റെ നാട്ടിലുള്ള ഒരു ലൈബ്രറി കൊണ്ടുവന്ന് എന്നെ ആദ്യമായിട്ട് അംഗമാക്കുന്നത്. അത് 12-13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അച്ഛനൊരു തൊഴിലാളിയായിരുന്നു, പക്ഷെ അച്ഛൻ നല്ല വായനക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയുന്ന പ്രായമായപ്പോൾ ആദ്യം അച്ഛൻ ചെയ്തത് എന്നെ ലൈബ്രറി കൊണ്ടുവന്നാണ്. ആ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. ഒരു വലിയ ലൈബ്രറി ആയിരുന്നു. അവിടെ ഒരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നു, വിശ്വംഭരൻ ചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എന്നിലെ വായനക്കാരനെ കണ്ടെത്തിയതും വളർത്തിയെടുത്തത്. ഞാൻ വായനയിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം എഴുത്തിലേക്ക് ഇവിടെയൊക്കെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഈ വിശ്വംഭരൻ ചേട്ടൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയാണ്. ഞാൻ ലൈബ്രറി പോത്തനായി കടന്നു വരുന്നത്, ഞാൻ ചെറുപ്പകാലത്ത് തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നാട്ടിലെ കലാസമിതികൾ, ലൈബ്രറികൾ, അതിൻ്റെ വാർഷികം, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായിക്കൊണ്ട് സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. സാംസ്കാരിക സംഘടനകളിൽ, കലാസമിതികളിൽ നാടക പ്രവർത്തനം, നാടകം എഴുതലും സംവിധാനം ചെയ്യലും അത് അവതരണവും, കേരളത്തിലാകെ നാടകം അവതരണമായിട്ട് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ, ചെറുപ്പക്കാരുടേതായൊരു കൂട്ടായ്മ നാട്ടിൽ വന്നു. അതിൽ നിന്നാണ് ഗ്രന്ഥശാല പ്രവർത്തനത്തിലേക്ക് കടന്നത്. ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെയൊക്കെ സജീവമായ പ്രവർത്തനം, അത് തുടർച്ചയിലാണ് ഈ നാടക പ്രവർത്തനവും മറ്റ് ആയിട്ടെല്ലാം മുമ്പോട്ട് വന്നത്. സ്വന്തമായിട്ട് ഞാൻ ഒരു ലൈബ്രറി അല്ല, ഒരുപാട്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത്, നന്ദിയോട് പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള പഞ്ചായത്താണ്. 24 ലൈബ്രറികൾ, അഫിലിയേറ്റഡ് ലൈബ്രറികൾ അവിടെയുണ്ട്. അവിടെയുള്ള ഒട്ടുമിക്ക ലൈബ്രറികളുടെയും തുടക്കക്കാരൻ ഞാനാണ്. അതിൻ്റെ സംഘാടനം ഞാനാണ്. എങ്ങനെ വന്നാലും ഒരു ഡസനിലധികം ലൈബ്രറികൾ എൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ വന്നതാണ്. അത് ആ ലൈബ്രറികൾക്കെല്ലാം ഇന്ന് നല്ല സൗകര്യങ്ങളുണ്ട്. ഞാൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 62 ലൈബ്രറികൾക്ക് കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു, പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ച്. 8 ലൈബ്രറികൾക്ക് നന്ദിയോട് പഞ്ചായത്തിൽ തന്നെ കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ലൈബ്രറികൾ സംഘടിപ്പിക്കുകയും ലൈബ്രറികൾക്ക് പുസ്തകം കൊടുക്കുകയും അങ്ങനെ ധാരാളം ലൈബ്രറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിലും താലൂക്കിലും ഒക്കെ ധാരാളം ലൈബ്രറികൾ സംഘടിപ്പിക്കുന്നതിന് എല്ലാ സഹായവും പിന്തുണയും എല്ലാം നൽകിയിട്ടുണ്ട്. ആദ്യകാലത്തെ പുസ്തക വായന എന്ന് പറയുന്നത് ലളിതമായ വായനയായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ അമ്മാവൻ ജനയുഗം വാരിക, അന്ന് അങ്ങനെയുള്ള വാരികകളുടെയൊക്കെ കൗമുദി, ജനയുഗം, അതിൻ്റെയൊക്കെ വരിക്കാരനായിരുന്നു.
അദ്ദേഹം നല്ല വായനക്കാരനാണ്. അതുകൊണ്ട് ഞാൻ അമ്മാവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കെട്ടുകണക്കിന് എടുത്തുകൊണ്ട് വരും. അങ്ങനെ അത്യാവശ്യം ജനയുഗം, കൗമുദി, മാതൃഭൂമി അങ്ങനെയുള്ള വാരികളൊക്കെ നന്നായിട്ട് വായിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഒരു കൗതുകത്തോടുകൂടി തന്നെ വായിക്കുമായിരുന്നു. അതിൽ നിന്നാണ് ലൈബ്രറി. ഏകദേശം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ മലയാളത്തിൽ അന്ന് പുറത്തു വന്നിരുന്ന പ്രധാനപ്പെട്ട വേൾഡ് ക്ലാസിക് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു. എന്നെക്കൊണ്ട് വായിപ്പിച്ചതാണ് അത് നിർബന്ധിച്ച്. പലപ്പോഴും അത് വായിച്ചതൊന്നും അന്ന് അത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് പാവങ്ങൾ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് വായിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ എന്നെ നിർബന്ധിച്ച് വായിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും വായിക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ അന്നത്തെ വായനയുടെ ഒരു രസം തിരിച്ചറിയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ആ കാലയളവിൽ, പ്രത്യേകിച്ച് എനിക്കൊരു 20 വയസ്സിന് മുമ്പ് തന്നെ ഞാൻ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു. ഗ്രാമസേവാ സമിതി ഗ്രന്ഥശാല, എൻ്റെ വായനശാല പാലോട്. ആ ലൈബ്രറി ഇന്നില്ല. അത് പിന്നീട് ആ ലൈബ്രറി പഞ്ചായത്ത് ഏറ്റെടുത്തു. അതോടുകൂടി ആ ലൈബ്രറി നശിച്ചു പോയി. പിന്നെ ആ സ്ഥാനത്ത് ഞാനൊരു പുതിയ ലൈബ്രറി ഉണ്ടാക്കി. എൻ്റെ നാട്ടിൽ ഞാനൊരു പുതിയ ലൈബ്രറി ഉണ്ടാക്കി, കെട്ടിടമെല്ലാം ഉണ്ടാക്കി. ഇപ്പോൾ ആ ലൈബ്രറിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ചരിത്ര സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന ആശയങ്ങളുടെ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്. നവോത്ഥാന നായകന്മാരൊക്കെ അതിനെ മാർഗദർശികളായി പ്രവർത്തിച്ചവരാണ്. പിന്നീട് ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുന്ന സന്ദർഭത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യം സാക്ഷരത, അതുപോലെ തന്നെ വായന, ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ 1934-35 കാലത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ആയി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അന്ന് KPCCയുടെ സെക്രട്ടറി EM ശങ്കരൻ നമ്പൂതിരിപ്പാടായി. അന്നത്തെ KPCCയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഗ്രാമീണ മേഖലകളിൽ ലൈബ്രറികൾ സ്ഥാപിക്കണം, നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യണം, ഹിന്ദി പ്രചരിപ്പിക്കണം, അതുപോലെ തന്നെ ഖാദി പ്രചരിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു മുദ്രാവാക്യം. അത് വലിയ തോതിൽ മലബാറിൽ ഗ്രന്ഥശാലകൾ ഉയർന്നു വരാൻ ഇടയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദേശീയപ്രസ്ഥാനത്തിൻ്റെ ഒരു ചുവട് പറ്റി തന്നെ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ 30കളുടെ അവസാനവും 40കളുടെ അവസാനമൊക്കെ തൊഴിലാളി ലൈബ്രറികൾ ധാരാളമായിട്ട് പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, ഇന്നത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തൊഴിലാളി ലൈബ്രറികൾ. അത് ദിനേശ് ബിഡി കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവർക്ക് പത്രം വായിക്കുക, പുസ്തകം വായിക്കുക, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ലൈബ്രറികൾ, തൊഴിലാളി ലൈബ്രറികൾ. ഇപ്പോഴും അങ്ങനെ തൊഴിലാളി ലൈബ്രറി എന്ന് പറഞ്ഞ് തന്നെ മലബാറിൽ ലൈബ്രറികളുണ്ട്, അന്ന് ആരംഭിച്ച ലൈബ്രറി. അത് മലബാറി മാത്രമല്ല, ആലപ്പുഴയിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പല ലൈബ്രറികളും ആരംഭിക്കുന്നത്. പലയിടത്തും അങ്ങനെയാണ്. അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്കൂളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയായിരുന്നില്ല. പുസ്തകം വായിക്കാനൊന്നും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവരുടെ ഇടയിലേക്ക് സാക്ഷരതാ പ്രവർത്തനവും അതുപോലെ തന്നെ എഴുത്തും വായനയുമായിട്ട് കടന്നു ചെല്ലാൻ ലൈബ്രറികൾക്ക് സാധിച്ചു. യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിലെ ഈ മാറ്റത്തിൻ്റെ ഒരു വഴി തുറന്നത് അഭ്യസ്തവിദ്യരായ ഒരു മധ്യവർഗ ജനസമൂഹമാണ്. അവരാണ് ഈ വായനയിലേക്ക്, അതിൻ്റെ ഗ്രന്ഥശാലയിലേക്കും അതിൻ്റെ വിപുലീകരണത്തിനുമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ലൈബ്രറികൾ ഉയർന്നു വരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഗ്രാമങ്ങളിൽ ആദ്യമായി വന്ന ഒരു പൊതുസ്ഥാപന ലൈബ്രറികളാണ്. ഒരു സ്കൂൾ വരുന്നതിന് മുമ്പ്
ഒരാശുപത്രി വരുന്നതിന് മുമ്പ്, വൈദ്യുതിയോ കുടിവെള്ളമോ നാട്ടിൻപുറങ്ങളിൽ വരുന്നതിന് മുമ്പ് ഗന്ധശാലകൾ പലയിടത്തും ഉണ്ടായി. പരിമിതമായ തരത്തിലാണെങ്കിലും ചെറിയ സൗകര്യങ്ങളോട് കൂടിയാണെങ്കിലും നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി ഗന്ധശാലകളുണ്ടായി. അപ്പം നാടിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ, നാടിൻ്റെ സൗഹൃദം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദീപസ്തംഭങ്ങളായിരുന്നു നമ്മുടെ ഗന്ധശാലകൾ നാട്ടിൻപുറത്ത്. അതിൻ്റെ വെളിച്ചമാണ് മലയാളിയുടെ മനസ്സിൽ പ്രകാശം ചൊരിഞ്ഞത്.